രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യകവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ. നമസ്കാരം. സനാതന ധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയനെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് വാൽമീകി രാമായണത്തിൽ രാമൻ്റെ ശിരസ് ഛേദിക്കപ്പെട്ടതായി കണ്ട് സീത ദുഃഖിക്കുന്നതും, സരമ ഇത് കള്ളത്തരമാണ്, ഒന്നും തന്നെ ദുഃഖിക്കാനില്ല, ഈ ത്രിലോകത്തിൽ രാമലക്ഷ്മണന്മാരെ വധിക്കാനും തോൽപ്പിക്കാനും ആരാണ് സീത ഉള്ളത്, നീ മായയിൽ കുടുങ്ങി ദുഃഖിക്കരുത് എന്ന് പറഞ്ഞ് സമാശ്വസിപ്പിക്കുന്നതുമാണ് നമ്മൾ കണ്ടത്. മാത്രമല്ല, സീതയ്ക്ക് വേണ്ടി രാവണൻ്റെ അവിടെ പോയി ഒരു ദൗത്യം സരമ നിർവഹിച്ച് വരികയും ചെയ്തു. അങ്ങനെ പറഞ്ഞ അവിദ്ധൻ എന്ന് പറഞ്ഞിട്ടുള്ള മന്ത്രി അമ്മയും സീതയെ തിരിച്ചു കൊടുക്കാൻ വേണ്ടി രാവണനോട് പറഞ്ഞു. സത്യത്തിൽ ആരും രാവണൻ്റെ ഭാഗത്തില്ല. നിവൃത്തിയില്ലാണ്ട് രാവണൻ്റെ ഭാഗത്ത് നിൽക്കുമ്പോൾ പറഞ്ഞതനുസരിക്കേണ്ടി വരിക, അതുകൊണ്ടനുസരിക്കുക എന്നല്ലാണ്ട് സത്യത്തിൽ ആരും രാമൻ്റെ ഭാഗത്തില്ല എന്ന് സീതയെ ഒരു സത്യം നീ മനസ്സിലാക്കിക്കോളൂ. പിന്നെ എന്താ വെച്ചാൽ അധികം താമസിയാതെ അവർ ഇവിടെ വന്നാൽ ഈ ലങ്ക ഇല്ലാതാവുകയാണ്, രാവണൻ ഇല്ലാതാവണം. ഒരു പക്ഷേ നീ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടും, എന്നാൽ സത്യം ഇതാണെന്നാണ് ദേവദാനോ ഗന്ധർവന്മാർ ഋഷിമാർ എല്ലാവരും പറയുന്നത്. അവരൊന്നും കള്ളം പറയണവരല്ലല്ലോ. അനവധി പേർ പറയുന്നു രാവണൻ്റെ കാലം കഴിഞ്ഞിരിക്കുന്നു, രാവണൻ്റെ കാലം കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ആ രാമൻ്റെ മടിയിൽ ഇരുന്ന് ദുഃഖക്കണ്ണീരിന് പകരം ആനന്ദക്കണ്ണീര് നീ പൊഴിക്കും. അതിനി ഏതാനും ദിവസങ്ങളോ സമയം മാത്രമേ ബാക്കിയുള്ളൂ എന്ന് സമാധാനിപ്പിച്ചു സരമ. വേനൽക്കാലത്ത് സഹിക്കാൻ വയ്യാത്ത ചൂടിൻ്റെ ഇടയിൽ മഴ കിട്ടിയാൽ എത്ര സുഖമുണ്ടാവും. മരിച്ചു എന്ന് വിചാരിച്ചിട്ട് അവിടെ കരയണത് മാർത്തടിച്ചിട്ടേ, ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ് പോയാലുള്ള ദുഃഖം, അത് മരിച്ചിട്ടില്ല എന്നാണ് അറിഞ്ഞാൽ എന്തൊരു സന്തോഷമായിരിക്കുന്ന, എങ്ങനെ വാക്കുകൊണ്ട് പറയാൻ പറ്റുക. സീത അവിടെ ശരിക്കും ഒരു സമാശ്വാസനം തന്നെയാണ് ഉണ്ടായത്. അങ്ങനെ ശംഖനാദം, വാദ്യഘോഷം മുതലായിട്ടതൊക്കെ പെരുമ്പറ ഒച്ച, യുദ്ധകാഹളം മുഴങ്ങിക്കൊണ്ട് മന്ത്രിമാരുടെ ഒക്കെ അഭിപ്രായം രാവണൻ ആരാഞ്ഞു. ആ സമയത്ത് പ്രായം ചെന്ന ഒരാളാണ് മാല്യവാൻ. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇത് മണ്ഡോദരിയുടെ പിതാമഹനാണെന്നൊക്കെ. മറ്റേ രാമായണത്തിൽ പറഞ്ഞിട്ട് ഇവിടെ ബന്ധങ്ങളൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പ്രായമുള്ള ഒരു മന്ത്രി വരി തന്നെയാണ് ഇവിടെ ഉദ്ദേശിച്ചുള്ളൂ. മാതാമഹൻ എന്ന് പറഞ്ഞാൽ അമ്മയുടെ മുത്തശ്ശൻ, ആ ലൈനിലുള്ള മുത്തശ്ശൻ. എന്തായാലും അദ്ദേഹം പറഞ്ഞു, അതതാൻ സഞ്ജീവാൻ തത്ര സർവാൻ ആഭാഷ്യ രാവണ, എല്ലാവരോടും പറഞ്ഞു സഭാം സന്നാദയൻ സർവാം ഇത്തിവാച മഹാബലനായിരിക്കുന്ന രാവണൻ പറഞ്ഞു, എന്താണ് നിങ്ങളുടെയൊക്കെ മതം? രാമസന്നാഹവും സൈന്യവും കണ്ടിട്ട് നിങ്ങളെല്ലാം പേടിച്ചിരിക്കുന്നു. സത്യത്തിൽ അല്ല, അങ്ങനെ തോന്നുന്നു, അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ ഭയന്നുവോ? യുദ്ധത്തിൽ നേരിടുമ്പോൾ ഈ വക ഭയവും ആശങ്കകളും ആദ്യം മനസ്സിൽ നിന്ന് മാറ്റി വയ്ക്കണം. എന്താ വെച്ചാൽ അത് നേരിടാൻ തയ്യാറായിട്ട് യുദ്ധം ചെയ്യുക. ചിലപ്പോൾ വിജയമായിരിക്കും, ചിലപ്പോൾ പരാജയമാവും, അത് നമ്മൾ നോക്കണ്ട. പക്ഷേ യുദ്ധം ചെയ്യണം എന്നുള്ളത് ഉറപ്പാണ്, അതിലെങ്കിൽ സംശയമൊന്നുമില്ല. അപ്പോൾ അതെല്ലാം കണ്ട് നിങ്ങൾക്ക് മാനസികമായിട്ടുള്ള വിഷമം ഉണ്ടോ ചോദിച്ചതായിട്ട് സമയത്ത് മാല്യവാൻ ഒരു കാര്യം പറഞ്ഞു എന്ന് പറയുകയാണ് ഇവിടെ. രാവണ, ഒരു കാര്യം ഞാൻ പറയാം. കുറച്ചൊരു അധികാരമുണ്ട് മാല്യവാന്. ശരിക്കും പറയുകയാണെങ്കിൽ ആരും ദേവനോ ഗന്ധർവനോ ബ്രഹ്മാവോ ഈ രാമനോട് എതിരിടാൻ ഇല്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ലോകത്തിൽ ഈ ബുദ്ധി ഉള്ളവർ വേറൊരു കാര്യമുണ്ട്, സന്ധി
എന്ന് പറഞ്ഞിട്ടൊരു സംഗതി ഉണ്ട്. നീ ഇപ്പോൾ യുദ്ധം അതിനെ മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. പിന്നെ എന്തിനാണ് ഈ സന്ധി എന്നൊരു സംവിധാനം വെച്ചിരിക്കുന്നത്? സന്ധി വിഗ്രഹങ്ങൾ വളരെ ബുദ്ധിയോടുകൂടി കൈകാര്യം ചെയ്യുക, അവനവൻ്റെ നിലനിൽപ്പ് നോക്കുക, ഇതാണ് ബുദ്ധിയുള്ളവർ വേണ്ടത്. വിദ്യ സ്വഭിർ വിനീതോയോ രാജൻ അയാനുഗ ന ശാസ്തി ചിരം ഐശ്വര്യം അരിംശ കുരുതേ വശേ സന്തദാനോ ഹി കാലേന വിഗൃണ്ണൻ ചാരിഭി സഹ സ്വപക്ഷവർദ്ധനം കുറുവൻ മഹാസൈന്യം യമശ്നുതേ. ബലാബലങ്ങളും സാഹചര്യങ്ങളും നോക്കി ഏതൊരാളാണോ സന്ധി വിഗ്രഹങ്ങൾ ബുദ്ധിപൂർവം കൈക്കൊള്ളുന്നത് അവൻ്റെ കൂടെ ഐശ്വര്യവും സമ്പത്തും ലക്ഷ്മിയും നിലനിൽക്കും. ഇവിടെ ഞാൻ പറയുകയാണെങ്കിൽ ഈ രാമനോട് സന്ധി ചെയ്യുന്നതാണ് നല്ലത്. ഇതിപ്പോൾ തെറ്റ് വിചാരിക്കാനൊന്നുമില്ല. എത്രയോ ആളുകൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്, സന്ധി ചെയ്തിട്ടുള്ള ചരിത്രങ്ങളുണ്ടല്ലോ. അവർ നിലനിൽപ്പ് നോക്കിയിട്ട് സന്ധി ചെയ്യും, അവർ നശിക്കാതെ രക്ഷപ്പെടുകയും ചെയ്യും. അതല്ലേ ബുദ്ധി. ഞാൻ യുദ്ധം ചെയ്യും, ആരായാലും തല കീഴ്പ്പെടുത്തില്ല എന്ന് പറഞ്ഞ് യുദ്ധം ചെയ്ത് സർവനാശം വരുത്തി വയ്ക്കുകയാണോ ബുദ്ധി? അതോ ഒരു പ്രബലനായിട്ടുള്ള ശത്രുവിൻ്റെ മുമ്പിൽ സമ്മതിച്ചിട്ട് എല്ലാം രക്ഷിക്കുകയാണോ ബുദ്ധി? എന്തായാലും തോൽക്കുന്ന ഉറപ്പാണ്. ഒന്ന് നശിച്ചിട്ട് തോൽക്കുക, പിന്നെ ഒന്ന് നശിക്കാണ്ട് തോൽക്കുക, അത്രയേ ഉള്ളൂ. ഏത് തോൽവിയാണ് നല്ലത്? എല്ലാം സർവം നശിച്ച് തോൽക്കണോ? തോൽവി ഉറപ്പാണ്. അങ്ങടക്കം മരിക്കും, ഉറപ്പാണ്. ഞാൻ പറയണു, അങ്ങടക്കം മരിക്കും. നീ ബാക്കിയുള്ളവരുടെ കാര്യം പറയാനുണ്ടോ? അപ്പോൾ എല്ലാം നശിച്ച് മണ്ണടിച്ച് തോൽക്കുക, അതിനേക്കാൾ നല്ലത് ഇതിനെയൊക്കെ രക്ഷിച്ചിട്ട് തോൽക്കല്ലേ. അപ്പോൾ അവിടെ ഒരുപാട് നേട്ടങ്ങളുണ്ട്. തോൽവി എന്നൊരൊറ്റ പരാജയമേ ഉള്ളൂ. മറ്റത് അങ്ങനെയല്ല, സർവം നഷ്ടമാണ്. അപ്പം അതുകൊണ്ട് രാജൻ, ഞാൻ പറയുകയാണ്, രാമനോട് സന്ധി ചെയ്യുന്നതായിരിക്കും അങ്ങേക്ക് നല്ലത്. കൃതയുഗം, കലിയുഗം മുതലായിട്ടുള്ള യുഗങ്ങളെ സംബന്ധിച്ച് ഈ കലിയുഗത്തിലാണ് ധർമ്മം ഇല്ലാണ്ടിരിക്കുക. എപ്പോൾ അധർമ്മം വിജയിച്ച് കൊടികുത്തി വാഴുന്നുവോ അപ്പോൾ കലിയുഗം. ഇവിടെ നീ ഇപ്പോൾ കലിയുഗ ധർമ്മത്തെ അവലംബിച്ചിരിക്കുന്നു. സത്യമാണ് പറയണത്. ധൈര്യത്തോട് പറയണം. മല്യവാന് പേടിയില്ലാഞ്ഞിട്ടൊന്നുമില്ല. രാവണൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ പറയാൻ പറ്റുമോ? മഹർഷിമാർ, അതുപോലെ തന്നെ തപസ്സികൾ, മഹാന്മാർ, ഇവർക്കൊക്കെ നീ മനസ്താപം ജനിപ്പിച്ചു. ഇവരെയൊക്കെ നീ മനസ്സുകൊണ്ട് ബുദ്ധിമുട്ടിച്ചു. ആ പ്രതികാര ബുദ്ധി ഒക്കെ ആളിക്കത്തി ഒടുവിൽ നിൻ്റെ നേർക്കിതാ വരികയാണ്. ആ മഹർഷിമാർ സദാ യജ്ഞങ്ങൾ കൊണ്ടും ഉത്കൃഷ്ടങ്ങളായിട്ടുള്ള കർമ്മങ്ങളെ കൊണ്ട് നിത്യവും ഭഗവാനെ ഭജിക്കുന്നു. ഒരു ലേശം ജയം അവരുടെ ഭാഗത്തില്ലെങ്കിൽ പിന്നെ ഈ കർമ്മങ്ങൾക്കൊക്കെ എന്താ രാവണ അർത്ഥം? അതുകൊണ്ട് അവരുടെ ഭാഗത്ത് വിജയം ഉണ്ടാവും എന്ന് ഞാൻ പറയുന്നു. അനവധി അഗ്നിഹോത്രം മുതലായിട്ടുള്ള കർമ്മങ്ങളിൽ നിന്ന് ഉയരുന്ന പുക, ആ പുക രക്ഷസുകളെയും രാക്ഷസന്മാരെയും നശിപ്പിക്കും. അതിനുകൊണ്ടാണ് ഈ പുക, ഹോമം, ഇതൊക്കെ വളരെ വേണ്ട ഒരു കാര്യമാണ്. വീട്ടിൽ അല്ലെങ്കിൽ ക്ഷേത്രമായാലും എവിടെയെങ്കിലും വേണം. ഇടയ്ക്ക് ഈ ഹോമാഗ്നി, യാഗാഗ്നി, ഇതൊക്കെ ഇങ്ങനെ പുകയ്ക്കുന്നത് എന്നാണ്. ഈ മണി അടിക്കുമ്പോൾ പൂജയിൽ തന്നെ ആദ്യം തന്നെ ഒരു മന്ത്രമുണ്ട്. ആഗമാർത്ഥം തു ദേവാനാം ഗമനാർത്ഥം തു രക്ഷസ. ഇതിനകത്രയും മണി അടിക്കുന്ന അറിയോ? ദേവന്മാരൊക്കെ വരാനും രാക്ഷസന്മാരൊക്കെ പോവാനും. ഗമനാർത്ഥം തു രക്ഷസ. ഈ ഹോമായാലും പുകയിൽ ഈ പുകയുണ്ട് രാക്ഷസകളൊക്കെ പോകുന്നതാണ്. എന്നാലോ ദേവന്മാർക്കതത്ര അസഖ്യമല്ല, അവർ വരികയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് വെറുതെ മണി അടിക്കാനേ പാടില്ല എന്നാണ് പറയുക. മണി അടിച്ചാൽ ദേവന്മാർ വന്നാൽ അവർക്ക് എന്തെങ്കിലും കൊടുക്കണം. വെറുതെ മണി അടിക്കാൻ പാടില്ല പറയണത്. മണി അടിച്ചു ദേവന്മാർ വന്നു, അത് നല്ലതല്ല. അവർക്ക് എന്തെങ്കിലും കൊടുത്താൽ നല്ലതാണ്. നിങ്ങളൊക്കെ പൊക്കോളി, ഞാൻ വെറുതെ വിളിച്ചതാണെന്ന് പറഞ്ഞാലോ അവരുടെ ശാപം ഉണ്ടാവും. അതാണ് ഈ മണി വെറുതെ അടിക്കരുത് എന്ന് പറയുന്നത്. പൂജ ഒരുക്കി അവർക്ക് കൊടുക്കേണ്ട നിവേദ്യങ്ങളൊക്കെ തയ്യാറായിട്ടാണെങ്കിൽ മണി അടിക്കാം. വന്നാൽ അവർക്ക് കൊടുക്കണം ഇതിപ്രകാരം. അല്ലാണ്ട് വെറുതെ വിളിച്ചു വരുത്തി പൊക്കോളി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് വെറുതെ മണി അടിച്ചുകൂടാ. അപ്പോൾ എന്താ പറയാൻ വെച്ചാൽ ഹോമം, പുക, മണിനാദം,
ഇതെല്ലാം രാക്ഷസന്മാർക്ക് പ്രതികൂലമാണ്. ആ ഋഷിമാർ സദാ ഇത്തരം കാര്യങ്ങളെ കൊണ്ട് രക്ഷസുകൾ എന്ന് പറഞ്ഞാൽ രാക്ഷസന്മാരുടെ വേറൊരു പേരാണത്. സംസ്കൃതത്തിൽ രക്ഷസുകൾ എന്ന് പറഞ്ഞാൽ രാക്ഷസന്മാരാണ്. ആ രക്ഷസുകളുടെ തോൽവിക്കും 10 ദിക്കുകളിലേക്കും അവരെ ഓടിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ദേവദാനവ യക്ഷഗന്ധർവന്മാരിൽ നിന്ന് നീ അവധ്യനായി എന്ന് വിചാരിച്ചിട്ട് ഇരിക്കണ്ട. ഈ പറഞ്ഞവരിൽ നിന്നാണ് നീ അവധ്യനായിട്ടുള്ളൂ. ഒരിക്കലും വധിക്കപ്പെടില്ല എന്ന അവസ്ഥ രാവണ നടക്കില്ല. മനുഷ്യന് നിന്നെ കൊല്ലാം. ഭരത്തിലത് ഒഴിവാക്കിയിട്ടുണ്ട്. മനുഷ്യന് നിന്നെ കൊല്ലാം. വാനരന്മാരാൽ കൊല്ലപ്പെടരുത് എന്ന് പറഞ്ഞിട്ടില്ല. അവരാലും നിനക്ക് വധം ഉണ്ടാവാം. ദേവദാനവക്ഷന്മാരിൽ നിന്ന് അവധ്യനായി എങ്കിലും മഹാബലവാന്മാരായിരിക്കുന്ന വാനരപ്പടയിൽ നിന്നും രാമനിൽ നിന്നും നിനക്ക് മൃത്യു തീർച്ചയായിട്ടും ഉണ്ടാവും. അതെങ്ങനെ നേരത്തെ കുട്ടി പറയുക, ഉൽപാദാൻ വിവിധാൻ ദൃഷ്ട്വാ ഘോരാൻ ബഹുവിധാൻ സ്തഥാ, പലതരത്തിലുള്ള ലക്ഷണങ്ങളും ദുർനിമിത്തങ്ങളും ഞാൻ കാണുന്നു. ഇതൊന്നും വെറുതെ ഉണ്ടാവില്ലല്ലോ. ചില ദുർനിമിത്തങ്ങളൊക്കെ കുറുക്കി കൊള്ളുന്ന പറയുക. ചിലത് വലിച്ചു അങ്ങനെയുള്ളതും ഉണ്ട്. ചിലത് അങ്ങനെയല്ല, കറക്റ്റായിട്ട് കുറുക്കി കൊള്ളുന്ന നിമിത്തങ്ങളും ഞാൻ കാണുന്നുണ്ട്. ആ സമയത്ത് ഇടിവെട്ടുക, മേഘങ്ങൾ ലങ്കയിലൊക്കെ ചൂടുള്ള ചുവന്ന ചോര അങ്ങനെ ചൊരിയുക. അവിടെ നോക്കിയാൽ ചോര കാണുന്നില്ല, അവിടെ നിന്ന് ഇങ്ങോട്ട് വീണ് കാണാം. അങ്ങനെ ഉണ്ടാവത്തില്ല. ചിലപ്പോൾ ചുവന്ന വെള്ളം മഴയായിട്ട് പെയ്യുക, ഭൂമിയിലെത്തിയാൽ കാണില്ല. എത്രയോ ദിക്കിലും കളർ മഴ പെയ്തു എന്ന് നമ്മൾ പേപ്പറിലൊക്കെ കണ്ടതൊക്കെ ഉള്ളത് തന്നെയാണ്, ഇല്ലാത്തതല്ല. കളർ മഴ പെയ്തു എന്നൊക്കെ പറയും. അത് മഹാദുർനിമിത്തമാണ്. കൊടിമരങ്ങൾ പതാകകൾ മുതലായതൊക്കെ ശോഭിക്കുന്നില്ല. ചിലപ്പോൾ കൊടിമരങ്ങൾ കയറ് പൊട്ടിച്ചാടുക. അതുപോലെ തന്നെ ലങ്കയിൽ പുലികൾ, നരികൾ ഇവരൊക്കെ പ്രവേശിച്ച് ഇങ്ങനെ അലറി ഓളിയിടുക. പിശാചിനികൾ പല്ലിളിച്ചുകൊണ്ട് അതീന്തി നടക്കുക. ഗോക്കളിൽ നിന്ന് പശുക്കൾ, കഴുത മുതലായിട്ടത് പിറക്കുക. പശുക്കളിൽ നിന്ന് കഴുതകൾ പിറക്കുക. ഇണചേരലിലൊക്കെ സ്വാഭാവിക വ്യത്യാസങ്ങൾ കാണുക. കിന്നരന്മാർ രാക്ഷസന്മാരോടും മനുഷ്യരോടും ഇണചേരുക. അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കാര്യങ്ങളിൽ സാധാരണയിൽ നിന്ന് വ്യത്യാസപ്പെട്ട സംഭവങ്ങൾ, ഇണചേരലുകൾ കണ്ടാൽ അത് കലിയുഗത്തിൻ്റെതാണെന്ന് തോന്നാം. എലികൾ കീരിയോടും പൂച്ചയോടും എതിർക്കുക. തവള പാമ്പിനോട് എതിർക്കുക. തിരിച്ചാണല്ലോ പതിവ്. ഇത്തരം ലക്ഷണങ്ങൾ. മാടപ്രാവിൻ്റെ കരച്ചിൽ, അതുപോലെ തന്നെ വീശി കൂജീതി വാശ്യന്തി ശാരിക വേശ്മസു സ്ഥിത ശാരിക തത്തകൾ വീജി കൂജി എന്ന് കരയുന്നു. തത്തകളുടെ കരച്ചിൽ പലതരത്തിലും ഉണ്ടെന്നാണ്. അപ്പോൾ ചില കരച്ചിൽ കുഴപ്പമില്ല, സ്വാഭാവികമാണ്. പക്ഷേ വീച്ചി എന്നൊരു പ്രത്യേക തരത്തിൽ കരഞ്ഞാൽ അത് ദുർലക്ഷണമാണ്. അത് കേട്ടവർക്ക് അറിയാം, ഇത് സാധാരണ കരച്ചിലേ ഉള്ളൂ, അങ്ങനെയാവാം. വീച്ചി എന്ന് ഒരു അസ്വസ്ഥത കൊണ്ടുപോകുന്നത് കേട്ടാൽ ദുർലക്ഷണം. സാധാരണ കൂക്കല്ല, അങ്ങനെയൊന്നുമില്ല. ഇവിടെ അതാണ് വീച്ചി കൂജി എന്ന് പ്രത്യേകം പറഞ്ഞിരിക്കുന്നത്. വീജി കൂജീതി വാശ്യന്തി. അവർക്ക് അസ്വസ്ഥതയുണ്ട്, എന്തോ വരാൻ പോകുന്ന ആപത്തിനെ അറിഞ്ഞിട്ടാണ് അവർ കരയുന്നത് എന്ന് തോന്നുന്നു. കാലൻ എല്ലാ ദിക്കിലും ശിരോമുണ്ടനം ചെയ്ത് കറുത്ത നിറത്തിൽ ആ കാലപുരുഷൻ പല ദിക്കിലും കാണപ്പെടുന്നു. പലരെയും കാലൻ അന്വേഷിക്കുന്നു. ഈ ദുർനിമിത്തങ്ങൾ മാനിച്ച് നീ രാമനോടുള്ള യുദ്ധം ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. പറഞ്ഞു എന്നേ ഉള്ളൂ, നീ ഒഴിവാക്കില്ല, ഇവിടെ അപകടം വരാനും പോകുന്നുണ്ട്, അതിന് ദുർനിമിത്തങ്ങൾ ഇതാ കാണുന്നു എന്ന് പറഞ്ഞു. ഇതം വചസ്തത്ര നിശമ്യമല്യവാൻ പരീക്ഷ്യ രക്ഷോധിപതിർ മനഃപുന അനുത്തമേഷു ഉത്തമ പൂരുഷോ ബലി ബഭൂവതുഷ്ണിം സമവേക്ഷ്യ രാവണം. ഇതൊക്കെ പറഞ്ഞു. രാവണൻ എന്താണ് ചെയ്തോട്ടെ, താനൊന്നും പറയാൻ പോണില്ല. ഇതൊക്കെ ഞാൻ കണ്ടു ഇവിടെ. ഇനി നിനക്കൊക്കണ ഫലം എന്താ നീ ആലോചിച്ച് യുക്തം പോലെ ചെയ്തോ. ലക്ഷണങ്ങളൊന്നും നമുക്ക് അനുകൂലമല്ല എന്ന് മാല്യവാൻ പറഞ്ഞു. അതിലിടയ്ക്ക് തരി മാത്രം രാവണൻ മാറിയില്ല. മാല്യവാൻ ഹിതകരമായിട്ട് പറഞ്ഞത് പുറത്ത് തന്നെയില്ല. എന്നിട്ട് പറഞ്ഞു, ഹിതബുദ്ധ്യ യഥഹിതം വച പരുഷമുച്ചതേ. ഇങ്ങനെ രാജാവിൻ്റെ മുഖത്ത് നോക്കിയിട്ട് എങ്ങനെയാണ് ശത്രുപക്ഷത്തെ കീർത്തിച്ച് നമ്മളെ നിന്ദിച്ചിട്ടൊരാൾ പറയുക?
പരപക്ഷം പ്രവിശ്യവനേതൽ ശ്രോത്രംഗതം മമ. എൻ്റെ ചെവിയിൽ ഇതൊന്നും ഒരിക്കലും പോകുന്നു നിങ്ങൾ ആരും വിചാരിക്കേണ്ട. ഇനി ആരും ഇങ്ങനെ ഇവിടെ പറയാനും നിൽക്കണ്ട. ഈ പറഞ്ഞതൊന്നും എൻ്റെ ചെവിയിൽ പോവില്ല. ആരാണ് രാമൻ? മാനുഷം കൃപണൻ രാമം ഏകം ശാഖാമൃഗാശ്രയം. മരഞ്ചാടികളായിട്ടുള്ള കുരങ്ങന്മാരെ ആശ്രയിക്കുമോ? ഒരു തരം ബുദ്ധിയും വിവേകമുള്ളവൻ. അവരുടെ പിന്നാലെ എന്നെ രക്ഷിക്കണം രാവണ യുദ്ധത്തിലെന്ന് പറഞ്ഞു പോകുന്ന രാമൻ കാട്ടിൽ കേക്ക് നാട് കടത്തപ്പെട്ടവനാണ്, ആധമനാണ്. സമർത്ഥം മന്യതേ ഗഹന. ഇവനെയൊക്കെ സമർത്ഥൻ എന്ന് വിചാരിച്ചാൽ അവനെ എന്താ പറയേണ്ടത്? ഈ രാമനാണോ സമർത്ഥൻ? അതുകൊണ്ട് ദേവതകൾക്ക് ഭയങ്കരനും രക്ഷത്തുകളുടെ ഈശ്വരനും സർവവിക്രമങ്ങളും തികഞ്ഞ എന്നെ ഒന്നിനും കൊള്ളാത്തവനായിട്ടല്ലയോ മാല്യവാൻ നീ എന്താണ് വിചാരിക്കുന്നത്? ഞാൻ ആരാണെന്ന് അപ്പം നീ വിചാരിച്ചത്? രാക്ഷസാനാം ഈശ്വരം, രാക്ഷസന്മാരുടെ ഈശ്വരനാണ്. ദേവതകൾക്ക് ഭയമുണ്ടാക്കുന്നവനാണ്. ദേവന്മാർ പൊതുവെ ശക്തന്മാരാണെന്നാണല്ലോ അവർ അഭിമാനിക്കണം. എന്നെ പേര് കേട്ടാൽ ഒരു ഭയക്കും. ഹീനം മാം മന്യസേ. അങ്ങനെയുള്ള എന്നെ ഒരു ഹീനനായിട്ട് എങ്ങനെ നിനക്ക് കണക്കാക്കാൻ പറ്റി? ശത്രുക്കളുടെ പക്ഷം പിടിച്ച് നീ പറയണം. ഇത് ശരിയല്ല. ഒരു രാജാവിനോട് രാജാവിൻ്റെ പക്ഷമാണ് പറയേണ്ടത്, അല്ല മിണ്ടാണ്ടിരിക്കുക. നീ ഇപ്പോൾ ശത്രുപക്ഷം പറയണു. ആരുടെയോ പ്രേരണ ഇതിൽ നിനക്കുണ്ടായിട്ടുണ്ട്. രിപുവിൻ്റെ പ്രേരണ, ശത്രുവിൻ്റെ പ്രേരണ കൊണ്ടാണ് നീ പ്രകാരം പറയുന്നത്. ആനീയച വനാസീതാം പത്മഹീനാം ഇവശ്രിയം. ആ രശ്മിയില്ലാത്ത താമര എന്ന പോലെ സീതയെ ഞാൻ കാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഇത്രയൊക്കെ ബുദ്ധിമുട്ടി അവസാനം തിരിച്ചു കൊടുക്കുകയോ? സാമാന്യ ബുദ്ധിയുള്ള ഏതെങ്കിലും ആൾ അങ്ങനെ ചെയ്യുമോ? താൻ ഉദ്ദേശിച്ചൊരു ലക്ഷ്യം കയ്യിലിരിക്കുക, തിരിച്ചു കൊടുത്ത് അങ്ങനെ സാഷ്ടാംഗം പ്രണമിക്കുക. അതിനൊന്നും രാവണനെ കിട്ടുമെന്ന് ആരും കരുതണ്ട. അധികം താമസിക്കാണ്ട് രാമലക്ഷ്മണന്മാരെ ഞാൻ കൊല്ലും, നിങ്ങൾ കേട്ടോളൂ. പശ്ചകയച്ച് ദേഹോദ്ഭിസ്തൻ രാഘവം നിഗതമ്മയ. രാമലക്ഷ്മണന്മാരെ എന്നാൽ കൊല്ലപ്പെട്ടു. സസുഗ്രീവൻ സലക്ഷ്മണം. സുഗ്രീവനോട് കൂടിയിട്ട് ലക്ഷ്മണനോടും കൂടിയിട്ട് രാമനെ ഞാൻ കൊല്ലും എന്ന വാർത്ത നീ കണ്ണുകൊണ്ട് കാണുക. ആ സംഭവം നിങ്ങൾക്ക് കാണാറാവും. ദേവന്മാർ പോലും ദന്തയുദ്ധത്തിൽ എന്നെ നേരിടില്ല. എന്നിട്ട് വേണ്ടേ രാമൻ? എന്നെ ഒരിക്കലും ഈ സ്വഭാവം മാറ്റാൻ സാധ്യമല്ല. ഇതേ ഞാൻ കൊടുക്കില്ല. ഇതെൻ്റെ വാശിയാണ്, സ്വഭാവമാണ്, രക്തത്തിൽ അലിഞ്ഞു ചേർന്നാണ്. ഈ സ്വഭാവം മാറ്റാൻ പറ്റില്ല. ആ സമുദ്രത്തിൽ 4 കല്ലും പാറയും കൊണ്ടുവന്ന് ചിറകെട്ടി എന്ന് വിചാരിച്ചിട്ട് ഇതെന്താ ഇപ്പോൾ ഇത്ര മഹത്തായിട്ട് നിങ്ങൾ പറയണത്? ഇത്രയും മാനന്മാർ കൂടിയപ്പോൾ ഇതിനാണോ പ്രയാസം? ഇതൊരത്ഭുതമൊന്നുമല്ല. അതുകൊണ്ടായോ? അതുകൊണ്ട് എന്താ ആവാമാണ്? ആ രാമലക്ഷ്മണന്മാർ ഇവിടെ വന്ന് ഇത്രയും വലിയ സൈന്യത്തെ നേരിട്ടിട്ട് എന്ത് അവർക്ക് ജയിക്കാൻ പറ്റും എന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല. ഞാനിതാ ശപഥം ചെയ്യണു. പ്രതിജാനാമി തേ സത്യം ന ജീവൻ പ്രതിയാസ്യതി. രാമൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ജീവനോട് ഇവിടുന്ന് തിരികെ പോവില്ല. ഇത് ഞാൻ സത്യം പ്രതിജ്ഞത ചെയ്യണു. മാല്യവാൻ പേടിച്ചു. ഇനിയൊരക്ഷരം മിണ്ടിയാൽ എന്താണ് രാവണൻ ചെയ്യുക? കയ്യിൽ ചന്ദ്രഹാസമുണ്ട്. ഒന്നും മിണ്ടിയില്ല. പേടിച്ചിട്ട് ഇയാൾ ലജ്ജിതനായിട്ടുള്ള മാല്യവാൻ മറുവാക്കൊന്നും ഉരിയാടിയില്ല. വ്രീഡിതോ മാല്യവാൻ വാക്യന്നോത്തരം പ്രത്യപദ്യത. ഉത്തരമൊന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ, രാവണ രാജാവ് അങ്ങ് ജയിക്കട്ടെ, അങ്ങേക്ക് മംഗളം, നല്ലത് ഭവിക്കട്ടെ എന്നും പറഞ്ഞ് അവിടുന്നാണ് പോയി. സ്വഗൃഹത്തിലേക്ക് മാല്യവാൻ പോയി. രാവണൻ ലങ്കയെ കാക്കണം വേണ്ട വിധത്തിൽ. എല്ലാ രാക്ഷസന്മാരോടും സൈനാ നായകന്മാരോടും അതിൻ്റെ വിധാനങ്ങൾ എങ്ങനെയൊക്കെ വേണമെന്ന് പറഞ്ഞു. കിഴക്ക് വശത്ത് പ്രഹസ്തൻ വേണ്ടതായിട്ടുള്ള സൈന്യങ്ങളോടുകൂടി ആക്കട്ടെ. തെക്ക് വശത്ത് മഹാപാർശ്വൻ സ്ഥിതി ചെയ്യട്ടെ. പടിഞ്ഞാറ് വശത്ത് മഹാകേമനായിട്ടുള്ള ഇന്ദ്രജിത്ത് കാക്കട്ടെ. വടക്ക് ഭാഗത്ത് ശുഗസാരണന്മാർ സൈന്യവും ആയി വസിക്കട്ടെ. അങ്ങനെ നടുവ് ഭാഗത്തായിട്ട് ഞാനും നിൽക്കാം. അങ്ങനെ സൈന്യത്തെ വിധാനം ചെയ്യുക, വേണ്ട വിധത്തിൽ സജ്ജീകരിക്കുക, സന്നാഹം ചെയ്യുക. ആ പറയേണ്ട താമസം അവരൊക്കെ അതാത് ഭാഗത്ത്
സൈന്യത്തെ ഏർപ്പാട് ചെയ്തു. ചീയെ സമാധാനിച്ചു എന്ന് വിചാരിച്ച രാവണൻ തൻ്റെ ഗൃഹത്തിലേക്ക് പോയി. വിസർജയാമാസ തതസ്സമന്ത്രിണോ വിധാനമാജ്ഞാപ്യ പുരസ്യ പുഷ്കലം. സൈന്യത്തെ വേണ്ട വിധത്തിൽ വിധാനം ചെയ്ത് ജയിക്കും എന്നുള്ള ആഗ്രഹത്താൽ തൻ്റെ ഗൃഹത്തിലേക്ക് പോയി. വിവേശജാന്തപുരം ഋദ്ധിമന്മകൾ ഐശ്വര്യപൂർണ്ണമായിട്ട് അതിൻ്റെ ഗൃഹത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. ഈ സമയത്ത് രാമൻ്റെ സൈന്യവിധാനത്തെക്കുറിച്ചും പറയുന്നുണ്ട്. വായുസുതനായിരിക്കുന്ന ഹനുമാനും ക്ഷരാജാവായിട്ടുള്ള ജാമ്പവാനും ബാലിപുത്രനായിട്ടുള്ള അംഗദൻ, സൗമിത്രി മുതലായിട്ടുള്ളവനും ശരഭൻ, സുഷേണൻ, ഗജൻ, ഗവയൻ, ഗവാക്ഷൻ ഇവരെല്ലാം കൂടിച്ചേർന്ന് ആലോചിച്ചു എന്താണ് വേണ്ടത്. രാവണൻ്റെ രാജ്യമായിട്ട് അടുക്കാൻ പോവുകയാണ്. ഇനി കുറച്ചും കൂടിയേ ദൂരേ ആലോചിക്കണം, വേണ്ടതൊക്കെ ആലോചിച്ചിട്ട് വേണം പോകാൻ. ഇപ്പം പറഞ്ഞു അവിടെ പോയിട്ട് കുറച്ചും കൂടി രാവണ സൈന്യത്തിൻ്റെ രഹസ്യങ്ങൾ നമുക്ക് അറിയണം. അമാത്യനും ശരഭനും സമ്പാദിയും പ്രഹസനമൊക്കെ എന്ത് ചെയ്തു, പക്ഷി രൂപത്തിൽ വന്ന് അവിടുത്തെ ചാരം വൃത്തികൾ അറിയാൻ വേണ്ടിയിട്ട് പോയി. അതെല്ലാം അറിഞ്ഞിട്ട് അവർ വന്നു. പറഞ്ഞു രാമനോടും ലക്ഷ്മണനോടും എല്ലാവരും കേൾക്കത്തക്ക വിധം ഞങ്ങൾ കണ്ട കാര്യങ്ങൾ ഞങ്ങൾ പറയാം. രാവണൻ സൈന്യത്തെ വിധാനം ചെയ്തിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണ്? കിഴക്ക് ഭാഗത്ത് പ്രഹസ്തനും കൂടെയുള്ളവരുമാണ്. തെക്ക് ഭാഗത്ത് വിരൂപാക്ഷനും മഹാഭാർഷനുമാണ്. പടിഞ്ഞാറ് ഭാഗത്ത് ഇന്ദ്രജിത്താണ്. വടക്ക് ഭാഗത്ത് സാക്ഷാൽ രാവണൻ തന്നെയാണ്. എന്ന് മാത്രമല്ല 1000 ആനകൾ, 2000 കുതിരകൾ, എത്രയോ കാലാൾ, എണ്ണാൻ പോലും പറ്റാത്ത വിധം കാലാൾപ്പടകൾ, 10 ലക്ഷം സൈന്യങ്ങൾ ഇവൻ്റെ കൂടെ ഉണ്ട് എന്നങ്ങനെ പറഞ്ഞ് വിഭീഷണനും കൂട്ടരൊക്കെ രാമനത് കാണിച്ചു കൊടുത്താൽ അവിടെ തന്നെ നോക്കിയാൽ കാണാം, അടുത്തെത്തിയിരിക്കണമല്ലോ, കണ്ടില്ലേ, 10 ലക്ഷം പരിവാരങ്ങൾ സമീപത്തും നിൽക്കുന്നുണ്ട്. ഈ രാക്ഷസന്മാരെ മുഴുവൻ ശക്തനായിട്ടുള്ള വിഭീഷണൻ കാണിച്ചു കൊടുത്തു. ഇതാ കാണുന്നില്ലേ അല്ലയോ രാമ? അങ്ങനെ വടക്ക് ഭാഗത്ത് രാവണനും കിഴക്ക് ഭാഗത്ത് പ്രഹസ്തനും ഉണ്ട് എന്നാണല്ലോ പറഞ്ഞത്. ആ പ്രഹസ്തനെ ആര് നേരിടണം എന്ന് പറഞ്ഞു രാമൻ. നീലനും തൻ്റെ സൈന്യം കൂടി കിഴക്ക് ഭാഗത്ത് പ്രഹസ്തനെ നേരിടത്തെ. തെക്ക് ഭാഗത്ത് മഹാഭാർഷനാണ് നിൽക്കുന്നത്. ആ മഹാഭാർഷനെ അംഗദൻ നേരിടട്ടെ. അതേപോലെ തന്നെ പടിഞ്ഞാറ് ഭാഗത്ത് ഇന്ദ്രജിത്തിനെ ഹനുമാൻ നേരിടട്ടെ. ഹനുമാനാണ് അതിന് ശക്തൻ. വടക്ക് ഭാഗത്ത് രാമനും ലക്ഷ്മണനും ഞങ്ങൾ നോക്കിക്കോളാം, രാവണനെ നേരിടാൻ ഞങ്ങളാ നല്ലത് എന്ന് പറഞ്ഞ് കുബേരനെ ജയിക്കാൻ വേണ്ടി ഈ രാവണൻ 60,000 സൈന്യങ്ങളെ കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട് പണ്ട്. അപ്പോൾ അത്രയും സൈന്യങ്ങളുണ്ട്. അപ്പം നീലൻ അനേകം വാനന്മാരോടൊപ്പം പ്രഹസ്തനെ പടവെട്ടട്ടെ. ഇങ്ങനെ ഓരോരുത്തരോട് എന്ന രീതിയിൽ നിശ്ചയം. അവിടെ ചെന്ന് പരുങ്ങാൻ പറ്റില്ല, പരുങ്ങാനോ പരിഭ്രമിക്കാനോ പറ്റില്ലല്ലോ. ആരോട് നേരിടണം എന്ന് വ്യക്തമായിട്ടുള്ള ചിത്രം ഉണ്ടാക്കി. വാനരൻ മനുഷ്യരൂപം തൽക്കാലം എടുക്കണ്ട എന്ന് ഭഗവാൻ പറഞ്ഞു. വാനരന്മാരായിട്ട് തന്നെ യുദ്ധം ചെയ്തു എന്ന് നമുക്കൊരു സൽപ്പേര് ഉണ്ടാവട്ടെ, നിങ്ങളൊക്കെ മനുഷ്യരൂപത്തിൽ തന്നെ യുദ്ധം ചെയ്താൽ മതി. അങ്ങനെ രാമൻ സൈന്യസമേതം നമുക്ക് സുബേല പർവ്വതത്തിലേക്ക് പോവാം എന്ന് പറഞ്ഞ് സുബേല പർവ്വതത്തിൽ ആരോഹണം ചെയ്യാനുള്ള തീരുമാനം എടുത്തു എന്നും പറഞ്ഞാണ് ആ ഒരു സർഗ്ഗം അവസാനിക്കുന്നത്. തതസ്തു രാമോ മഗധാബലേന പ്രച്ഛാദ്യസർവാം പൃഥിവീം മഹാത്മാ പ്രകൃഷ്ടരൂപോപി ജഗാമലങ്കാം കൃത്താം അതിം സോരിവധേ തഥാത്മാ. അരിവധം ശത്രുക്കളെ വധിക്കാനുള്ള തീരുമാനമെടുത്ത പെരുമ്പട കൊണ്ട് ആ ഭൂമിയെ മുഴുവനും മറച്ച് ലങ്കയിലേക്ക് കയറി സുബേല പർവ്വതം കയറാൻ വേണ്ടി തീരുമാനിച്ചു. പുറത്ത് രാവണൻ്റെ ഒരുക്കം പറഞ്ഞു, പുറത്ത് രാമൻ്റെ ഒരുക്കം പറഞ്ഞു. ഇടയിലാണ് ഇന്ദ്രജിത്തിൻ്റെ ആ ഉപദേശവും പറഞ്ഞു. ഇന്ദ്രജിത്തിൻ്റെ അല്ല, മാല്യവാൻ്റെ ഉപദേശം. മാല്യവാൻ്റെ ഉപദേശം സൈന്യ സന്നാഹവുമാണ് ഇപ്പോൾ പറഞ്ഞത്. പൂർവന്നാമതപോവനാദിഗമനം മത്വാ മൃഗങ്കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീനിഗ്രഹണന്തമുദ്ധരണം ലങ്കാമുരീദാഹനം പശ്ചാത് രാവണ കുംഭകർണനിധനം മേധത്തെ രാമായണം രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ.
ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.